പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ആ ടേസ്റ്റ് കിട്ടാത്തത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഹെഡ്മിലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് വളരെ എളുപ്പത്തിൽ പൊട്ടറ്റോ ബജിയ. നമ്മൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാം, പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇവിടെ ബോംബെയിൽ ഈ വടാപ്പാവ് ഒക്കെ മേടിക്കുന്ന കടകളുണ്ടല്ലോ, അവിടെ കിട്ടുന്ന ബജിയ, പൊട്ടറ്റോ ബജിയ, അതേ സെയിം ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. സാധാരണ ഞാൻ ഈ പൊട്ടറ്റോ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ എക്സ്ട്രാ മസാലകളും അങ്ങനെ ഓരോന്നൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ആ ടേസ്റ്റ് കിട്ടാത്തത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഒരു സുഹൃത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് റെസിപ്പി കിട്ടിയത്. വളരെ എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ ഈ എണ്ണപ്പലഹാരങ്ങളുടെ വീഡിയോ ഇടുമ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ എണ്ണപ്പലഹാരമൊക്കെ തിന്ന് വണ്ണം വെച്ച് ഇനി എന്താകുമോ എന്ന്. സത്യമാണ്, ഞങ്ങൾ അങ്ങനെ എണ്ണപ്പലഹാരം ഇവിടെ ഉണ്ടാക്കാറേ ഇല്ല. ആവിയിൽ വേവിച്ചതാണ് കൂടുതലും ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും എണ്ണപ്പലഹാരങ്ങളാണ് വേണ്ടത്. ചിലർക്ക് ആവിയിൽ വേവിച്ചത് വേണം, ചിലർക്ക് മധുരം ഉള്ളത് വേണം, വേണ്ടാത്തത് വേണം. എല്ലാവരെയും നമ്മൾ പരിഗണിക്കണമല്ലോ. അതുകൊണ്ടാണ് ഇടയ്ക്ക് പല രീതിയിലുള്ള റെസിപ്പികൾ ഇങ്ങനെ ഇടുന്നത്. അപ്പൊ ഞാൻ എല്ലാവരെയും പരിഗണിക്കണമല്ലോ, അതുകൊണ്ട്. അപ്പൊ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഒന്നുകൂടി ഓർപ്പിക്കട്ടെ, ബ്യൂട്ടി ടിപ്സുകൾ നമ്മുടെ മറ്റേ ചാനലിലായിരിക്കും ഇനി തൊട്ട് കൂടുതലും ഇടുന്നത്. ഒരു ദിവസം ഇതിൽ കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ മറ്റതിൽ ടിപ്പ് വീഡിയോ, അങ്ങനെയായിരിക്കും ഇനി മുമ്പോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചെങ്കിൽ സോറി. നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഉരുളക്കിഴങ്ങ് എടുക്കാം. അത് നന്നായിട്ട് ചെത്തി വൃത്തിയാക്കണം. ഞാനിവിടെ 2 എണ്ണം എടുത്തെങ്കിലും അരിഞ്ഞു വന്നപ്പോൾ ഒരെണ്ണം അരിഞ്ഞപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ ഒരു പൊട്ടറ്റോയെ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ചെറിയ ചെറിയ എത്രയും കനം കുറച്ചരിയാമോ അങ്ങനെ വേണം അരിയാനായിട്ട്. പൊട്ടറ്റോ ബജിക്ക് അങ്ങനെയാണ് ചെയ്യുന്നേ. ചില ഗ്രേറ്ററിൽ സ്ലൈസ് ചെയ്യാനുള്ള ഭാഗവും കാണും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാമേ. അപ്പോൾ തീരെ കനം കുറച്ച് കിട്ടും. ഇപ്പൊ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുത്ത സാദാ വെള്ളത്തിലേക്ക് കുറച്ചു നേരം ഇട്ട് വെച്ചേക്കാം. അതായത് നമ്മൾ ബാക്കി ബാറ്ററൊക്കെ ശരിയാക്കുന്ന ആ സമയം കൊണ്ട് ഇത് വെള്ളത്തിൽ കിടക്കട്ടെ. ഇതിന്റെ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അത് പോകാനും, പിന്നെ ഈ ഉരുളക്കിഴങ്ങ് അങ്ങനെ അരിഞ്ഞു വെച്ചാൽ അത് കറുത്തു പോകും, അങ്ങനെ വരാതിരിക്കാനും വേണ്ടിയാണ് നമ്മളിത് വെള്ളത്തിലിടുന്നത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കാനായി ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് തന്നെ വേണം, എങ്കിലേ ഞാൻ പറഞ്ഞ ഒരു ഹോട്ടൽ സ്റ്റൈൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് അയമോദകം, അജ്വൈൻ, ഹിന്ദിയാണോ മറാഠിയാണോ എന്നറിയത്തില്ല, വൊവാന്ന് പറയും. ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കണം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേരെ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഒത്തിരി എരി വേണ്ട, ഒരു അത്യാവശ്യം ഒരു എരി അത്രയും മതി. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് 2 സ്പൂൺ, ഈ സ്പൂണിന് 2 സ്പൂൺ അരിപ്പൊടി. അത് നമ്മുടെ ബജിയ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയാണ്. ഇനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നമുക്ക് ബാറ്റർ തയ്യാറാക്കണം. ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആവരുത്, എന്നാൽ ഒത്തിരി അങ്ങ് കട്ടിയും ആവരുത്. അതാണ് പരുവം. ഇനിയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ്. ഞാൻ ഇങ്ങനെ ചെയ്യാറില്ലായിരുന്നു, പക്ഷെ ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇങ്ങനെ ഇത്രയും ചെയ്ത ശേഷം നമ്മുടെ കൈ കൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം. ഒരു 4-5 മിനിറ്റെങ്കിലും ചെയ്ത് ആ മാവിനെ അങ്ങ് ലൂസാക്കണം. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ആദ്യം നമ്മൾ കൈയിട്ടിളക്കിയപ്പോൾ ആ മാവിൻ്റെ കട്ടി എങ്ങനെയായിരുന്നു, ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെയ്ത ശേഷം നോക്കുമ്പോൾ ആ മാവിൻ്റെ കട്ടി എങ്ങനെയാണ്. നിങ്ങൾ എൻ്റെ ഉഴുന്നുവടയുടെ റെസിപ്പി ആരൊക്കെ കണ്ടിട്ടുണ്ടോ അവർക്കറിയാം. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കിയപ്പോഴും ഇങ്ങനെയായിരുന്നു, കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പതഞ്ഞു വരുന്ന പരുവത്തിൽ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് നല്ല സോഫ്റ്റും ടേസ്റ്റും ആവുന്ന ഈ മാവ്. ഇത് കണ്ടോ, ഇപ്പൊ ഈ മാവിൻ്റെ പരുവം ഒട്ടും കട്ട കെട്ടിയിട്ടില്ല, ഒന്നുമില്ല, ഭയങ്കര സോഫ്റ്റ് ആണ് ഇപ്പോൾ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാണ്. ഇനി നമുക്ക് ആ വെള്ളത്തിൽ നിന്നും ഉരുളക്കിഴങ്ങ് എടുത്ത് ഇതുപോലെ ഒരു കണ്ണൂപ്പയ്ക്കകത്തേക്ക് വെക്കാം. ഞാൻ നേരത്തെയൊക്കെ ഇങ്ങനെ ബജിയ ഉണ്ടാക്കുമ്പോൾ ചെയ്തിരുന്നത്
ഈ വെള്ളത്തിൽ നിന്ന് ഓരോ പീസ് എടുത്ത് കോട്ടൺ തുണിയിലൊക്കെ നിരത്തി അതിന്റെ വെള്ളം വാലാനായിട്ട് വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഫാനിന്റെ കീഴിൽ നന്നായിട്ട് അത് ഡ്രൈ ആകാൻ വേണ്ടി വെക്കും. അതൊക്കെ ഒത്തിരി പണിയാണേ. പക്ഷേ ഹോട്ടൽ സ്റ്റൈലിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അവർ അന്നേരം വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇതുപോലെ കുറച്ച് മാറ്റി ഉടൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം അത് യൂസ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടാവണം. അതിനുശേഷം തീ ഏറ്റവും കുറച്ച് വേണം ഇത് ഓരോന്നും ഈ ബാറ്ററിൽ മുക്കി ഇതിനകത്തോട്ട് ഇടാൻ. അപ്പം അല്പം സൂക്ഷിച്ച് വേണം ഇടാൻ, അല്ലെങ്കിൽ എണ്ണ പൊട്ടിത്തെറിക്കും. എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഡയറക്റ്റ് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇട്ടാൽ ഇതകം നന്നായിട്ട് വേവില്ല, അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം തീ ഏറ്റവും കുറച്ചിട്ടിട്ട് വേണം ഓരോന്നും ബാറ്ററിൽ മുക്കി അങ്ങോട്ട് ഇടാൻ. ആദ്യം തന്നെ തീ കൂട്ടി വെക്കണ്ട. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി പൊങ്ങി വന്ന ശേഷം മീഡിയം സ്ലോ അങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. കണ്ടോ എന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലതായിട്ട് പൊങ്ങി വന്നെന്നോ. അത് നമ്മൾ ആ ബാറ്റർ അങ്ങനെ ഒരു 4-5 മിനിറ്റ് ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. നോക്കിക്കേ എത്ര നല്ല ക്രിസ്പിയാണ്, എന്ത് നല്ല കളറാണെന്ന്, നല്ല ടേസ്റ്റ് ആണ്. അധികം എണ്ണയും ആവത്തില്ല. സോ ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പൊട്ടറ്റോ ബജിയ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ, ഈ സെയിം മസാല ഉപയോഗിച്ച് ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഇതിന്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.